ചൈനയുടെ പ്രധാന തന്ത്രങ്ങൾ ഇല്ലാതാക്കാൻ ഇന്ത്യ വിദേശ രാജ്യങ്ങളിലെ തുറമുഖങ്ങളിൽ വൻ നിക്ഷേപം നടത്തുകയാണ്. ഇറാൻ, ശ്രീലങ്ക, മ്യാൻമാർ, ഒമാൻ എന്നീ രാജ്യങ്ങളിലെ തുറമുഖങ്ങളിൽ ഓഹരി പങ്കാളിത്തം ഉറപ്പിച്ചതിനു ശേഷം ഫിലിപ്പൈൻസിലെ ഒരു തുറമുഖത്ത് നിക്ഷേപം നടത്താൻ ഇന്ത്യൻ കമ്പനി നിലവിൽ ശ്രമിച്ചു പോരുന്നു. ദക്ഷിണ ചൈന കടലിൽ ചൈനയുമായി ഒരു പ്രാദേശിക മത്സരത്തിലാണ് ഈ ദ്വീപ് രാജ്യം എന്നതിനാൽ ആ മത്സരം ഇന്ത്യ ഒരു അവസരമായി കാണുന്നു. വളരെ കാലമായി തന്ത്രപരമായ സ്വാധീനവും നാവിക പ്രവേശനവും തേടുന്നതിന് മിഡിൽ ഈസ്റ്റിൽ നിന്നും ഏഷ്യയിൽ നിന്നുമുള്ള ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകളും സ്റ്റേജിംഗ് പോസ്റ്റുകളും സൃഷ്ടിക്കുന്നതിനുള്ള ഒരു സ്ട്രിംഗ് ഓഫ് പേൾസ് തന്ത്രമാണ് ചൈന നിലവിൽ പിന്തുടരുന്നത്. ചൈന പിന്നീട് അതിന്റെ ഭൗമരാഷ്ട്രീയ അഭിലാഷങ്ങളെ പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ മാരിടൈം സിൽക്ക് റോഡ് സംരംഭമായി പുനർനാമകരണം ചെയ്തു. ഇതിനെതിരെ വിദേശ തുറമുഖങ്ങളിൽ നിക്ഷേപം നടത്തി ഇന്ത്യ വൻ മുന്നേറ്റം നടത്തി. ചൈനീസ് നിക്ഷേപത്തിന്റെ കടക്കണിയിലകപ്പെട്ട ശേഷം ചൈനയിൽ നിന്നും അകന്നു നിൽക്കുന്ന ശ്രീലങ്കൻ സർക്കാർ 100% ഇന്ത്യൻ ധനസഹായത്തോടെ വടക്കൻ പ്രവിശ്യയിലെ കാങ്കസന്തുറൈ തുറമുഖം നവീകരിക്കാൻ തീരുമാനിച്ചു. ഒരു തന്ത്രപരമായ അട്ടിമറിയിലൂടെ ഇന്ത്യ ഒരു റഷ്യൻ സ്ഥാപനത്തിന്റെ പങ്കാളിത്തത്തോടെ ശ്രീലങ്കയിലെ ഹമ്പൻതോട്ടയിലുള്ള മട്ടാല രാജപക്സെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ മാനേജ്മെന്റ് അവകാശങ്ങൾ നേടി. ചൈനീസ് വായ്പകളിലൂടെ വികസിപ്പിച്ച ഈ വിമാനത്താവളം ദ്വീപ് രാജ്യത്ത് സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമായിരുന്നു. പകരം ഏറ്റവും കുറഞ്ഞ ഫ്ലൈറ്റ് പ്രവർത്തനമുള്ള ലോകത്തിലെ ഏറ്റവും ശൂന്യമായ വിമാനത്താവളം മാത്രമാണ് ഈ കടങ്ങൾ വഴി ശ്രീലങ്കയ്ക്ക് ലഭിച്ചത്. മട്ടാല രാജപക്സെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിനു മേലുള്ള മാനേജ്മെന്റ് നിയന്ത്രണം ഇന്ത്യക്ക് ഹമ്പൻതോട്ട തുറമുഖത്തിനു മേൽ കാര്യമായ സ്വാധീനം നൽകുകയും നാവിക സൗകര്യം വികസിപ്പിക്കുന്നത് ചൈനീസ് നാവികസേനയ്ക്ക് അസാധ്യമാക്കുകയും ചെയ്യുന്നു. കൊളംബോ വെസ്റ്റ് ഇന്റർനാഷണൽ കണ്ടെയ്നർ ടെർമിനൽ സംയുക്തമായി വികസിപ്പിക്കുന്നതിന് ഇന്ത്യൻ സ്ഥാപനമായ അദാനി ഗ്രൂപ്പും ശ്രീലങ്കയുടെ ജോൺ കീൽസ് ഹോൾഡിംഗ്സുമായും സർക്കാർ ഉടമസ്ഥതയിലുള്ള ശ്രീലങ്കൻ തുറമുഖ അതോറിറ്റിയുമായും ഒരു കരാറിൽ ഒപ്പുവെച്ചു. നിക്ഷേപം $700 മില്യൺ ഇത് ശ്രീലങ്കയുടെ തുറമുഖ മേഖലയിലെ ഏറ്റവും വലിയ വിദേശ നിക്ഷേപമായി മാറുന്നു. ഇപ്പോൾ അദാനി ഗ്രൂപ്പ് അതിന്റെ അനുബന്ധ സ്ഥാപനമായ അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ ഇക്കണോമിക് സോൺ ലിമിറ്റഡ് വഴി ഫിലിപ്പൈൻസിലെ ഒരു തുറമുഖത്ത് നിക്ഷേപം നടത്താൻ പദ്ധതിയിടുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ തുറമുഖ ഓപ്പറേറ്ററായ അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോൺ ലിമിറ്റഡ് അതിന്റെ തുറമുഖ വികസന പദ്ധതിക്കായി ഫിലിപ്പൈൻസിലെ ബറ്റാൻ പ്രവിശ്യയെ ഉറ്റുനോക്കുന്നു. പനമാക്സ് കപ്പലുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ആഴത്തിലുള്ള തുറമുഖം വികസിപ്പിക്കാനാണ് കമ്പനി നിലവിൽ ലക്ഷ്യമിടുന്നത്. മെയ് 2 അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോൺ ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ കരൺ അദാനി ഫിലിപ്പൈൻസ് പ്രസിഡന്റ് ഫെർഡിനാൻഡ് ആർ മാർക്കോസ് ജൂനിയറിനെ സന്ദർശിക്കുകയും ഈ പദ്ധതികളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്തു. അതേസമയം തുറമുഖങ്ങൾ, വിമാനത്താവളങ്ങൾ, ഊർജം, പ്രതിരോധം തുടങ്ങിയ മേഖലകളിലും അദാനി ഗ്രൂപ്പ് നിക്ഷേപം നടത്താൻ പദ്ധതിയിടുന്നുണ്ട്. 2022 ജൂലൈയിൽ അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോൺ ലിമിറ്റഡ് ഇസ്രായേലിലെ ഗാഡൂട്ട് ഗ്രൂപ്പുമായി സഹകരിച്ച് ഇസ്രായേലിന്റെ രണ്ടാമത്തെ വലിയ തുറമുഖമായ ഹൈഫ തുറമുഖം $1.18 ബില്യൺ സ്വകാര്യവൽക്കരിക്കാനുള്ള ലീസ് നേടിയിരുന്നു. ഹൈഫ തുറമുഖം ഇസ്രായേലിന്റെ കണ്ടെയ്നർ ചരക്കിന്റെ പകുതിയോളം കൈകാര്യം ചെയ്യുന്നു. കൂടാതെ ക്രൂയിസ് ഷിപ്പുകൾക്കും യാത്രക്കാരുടെ ഗതാഗതത്തിനുമുള്ള രാജ്യത്തിന്റെ പ്രാഥമിക തുറമുഖമായും പ്രവർത്തിച്ചു പോരുന്നു. 2018 ഡിസംബർ 24 ഇറാനിലെ ചാമ്പഹാറിലെ ഷാഹിദ് ബെഹേഷ്തി തുറമുഖത്തിന്റെ ഒരു ഭാഗത്തിന്റെ പ്രവർത്തനങ്ങളുടെ നിയന്ത്രണം ഇന്ത്യൻ സർക്കാർ ഏറ്റെടുത്തു. സമുദ്രത്തിലേക്ക് നേരിട്ട് പ്രവേശനമുള്ള ഇറാന്റെ ഏക ആഴക്കടൽ തുറമുഖമാണ് ചാമ്പഹാറിലെ ഷാഹിദ് ബെഹേഷ്തി തുറമുഖം. അഫ്ഗാനിസ്ഥാനുമായും മറ്റ് മധ്യേഷ്യൻ രാജ്യങ്ങളുമായും കൂടുതൽ വ്യാപാരം തേടുന്നതിന് ഇന്ത്യ ചാമ്പഹാർ തുറമുഖത്ത് നിക്ഷേപം നടത്തിയത് വഴി പാകിസ്ഥാന്റെ കരമാർഗങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ഇന്ത്യക്ക് കഴിയും. വികസിച്ചുകൊണ്ടിരിക്കുന്ന അന്താരാഷ്ട്ര നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് ഇടനാഴിയിലെ ഒരു നിർണായക ഗതാഗത കേന്ദ്രമായതുകൊണ്ട് മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബിസിനസ് കേന്ദ്രങ്ങളിലൊന്നായി വളരാൻ ഈ തുറമുഖത്തിന് സാധ്യതയുണ്ട്. ഇന്ത്യയുടെ അതിർത്തിക്ക് പുറത്തൊരു തുറമുഖം പ്രവർത്തിപ്പിക്കുന്ന ആദ്യത്തെ സംഭവമായി ഇതിനെ കണക്കാക്കപ്പെടുന്നു. ചാമ്പഹാർ തുറമുഖം സജ്ജീകരിക്കുന്നതിനും പ്രവർത്തിപ്പിക്കുന്നതിനുമുള്ള 10 വർഷത്തെ ഔപചാരിക കരാർ 2016 മെയ് 23 ആരംഭിച്ചു. മറ്റ് രാജ്യങ്ങളുമായുള്ള അന്താരാഷ്ട്ര വ്യാപാര പ്രക്രിയകളെ വളരെയധികം കാര്യക്ഷമമാക്കുന്ന അമേരിക്കൻ ഉപരോധങ്ങൾക്ക് വിധേയമല്ലാത്ത ഇറാനിലെ ചുരുക്കം ചില പ്രദേശങ്ങളിലൊന്നാണ് ചാമ്പഹാർ എന്നത്. അടുത്തിടെ അർമേനിയയിലേക്ക് ഇന്ത്യൻ ആയുധങ്ങൾ ഇന്ത്യ എത്തിച്ചിരുന്നതും ഈ തുറമുഖം വഴിയാണ് എന്നതും ഈ തുറമുഖത്തെ ശ്രദ്ധേയമാക്കി മാറ്റിയിരുന്നു. ചാമ്പഹാറിന് ശേഷം മ്യാൻമാറിലെ രണ്ടാമത്തെ വിദേശ തുറമുഖമായ സിറ്റ്വേ പ്രവർത്തിപ്പിക്കാനുള്ള അവകാശം ഇന്ത്യക്ക് ലഭിച്ചു. ഇന്ത്യ 2016 മ്യാൻമാറിൽ ആഴത്തിലുള്ള ജലാശയമായ സിറ്റ്വേ തുറമുഖം നിർമ്മിച്ചു. കലാഡൻ മൾട്ടി മോഡൽ ട്രാൻസിറ്റ് ട്രാൻസ്പോർട്ട് പദ്ധതിയുടെ ഭാഗമായാണ് ഈ തുറമുഖം നിർമ്മിച്ചത്. ഈ പദ്ധതി മ്യാൻമാറിലെ സിറ്റ്വേ തുറമുഖത്തെ മ്യാൻമാർ ഇന്ത്യ അതിർത്തിയുമായി ബന്ധിപ്പിക്കുന്നു. ഇന്ത്യക്കും ചൈനയ്ക്കും ഭൗമതന്ത്രപരമായ പ്രാധാന്യമുള്ള രാജ്യമാണ് മ്യാൻമാർ എന്നത്. 2021 ഓങ് സാൻ സൂക്കിയുടെ സിവിലിയൻ ഗവൺമെന്റിനെ അധികാരത്തിൽ നിന്നും താഴെയിറക്കിയത് മുതൽ ഇരു രാജ്യങ്ങളും സൈനിക ഭരണകൂടവുമായി ബന്ധം പുലർത്തിപ്പോരുന്നു.
രാജ്യത്തെ രാഷ്ട്രീയ പീഡനങ്ങളും തടങ്കലുകളും ഉണ്ടായത് കാരണമുണ്ടായ പാശ്ചാത്യ ഉപരോധങ്ങൾ ഇരു രാജ്യങ്ങളും പാലിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ സമുദ്രനില ശക്തിപ്പെടുത്തുന്നതിനുള്ള ഇന്ത്യയുടെ മഹത്തായ തന്ത്രത്തിന്റെ ഭാഗമായി പുതിയ ദുഃഖം തുറമുഖത്തിൽ സൈനിക ഉപയോഗത്തിനും ലോജിസ്റ്റിക് പിന്തുണയ്ക്കുമായി ഇന്ത്യ ഒമാനുമായി ഒരു കരാറിൽ ഏർപ്പെട്ടു. ബംഗ്ലാദേശിലെ ചിറ്റഗോങ്, പാകിസ്ഥാനിലെ ഗ്വാദർ, ശ്രീലങ്കയിലെ ഹമ്പന്തോട്ട, മ്യാൻമാറിലെ ക്യാപ്ക്യൂ, മലേഷ്യയിലെ മലാക്ക, കെനിയയിലെ മൊംബാസ തുടങ്ങിയ വിദേശ വാണിജ്യ തുറമുഖങ്ങളിലേക്കുള്ള ചൈനയുടെ നിക്ഷേപത്തിന്റെ പ്രധാന സ്വീകർത്താവാണ് ഇന്ത്യൻ മഹാസമുദ്ര മേഖല. മൊത്തം 101 തുറമുഖ പദ്ധതികളാണ് ചൈനീസ് സ്ഥാപനങ്ങൾ നിലവിൽ ഏറ്റെടുത്തിരിക്കുന്നത്. ഇവയിൽ ചൈനീസ് കമ്പനികളുടെ ഉടമസ്ഥതയിലുള്ളതോ നിർമ്മിച്ചതോ പ്രവർത്തിപ്പിക്കുന്നതോ ആയ ഇരട്ട ഉപയോഗ വാണിജ്യവും സൈനികവുമായ തുറമുഖങ്ങളുണ്ട്. അന്റാർട്ടിക്ക ഒഴികെയുള്ള എല്ലാ ഭൂഖണ്ഡങ്ങളിലും കുറഞ്ഞതൊരു തുറമുഖമെങ്കിലും ചൈന പ്രവർത്തിപ്പിക്കുകയോ സ്വന്തമാക്കുകയോ ചെയ്യുന്നു. ഇതിൽ 101 പദ്ധതികളിൽ 92 എണ്ണം നിലവിലും സജീവമാണ്. അതേസമയം 2023 സെപ്റ്റംബർ അവസാനത്തോടെ റദ്ദാക്കുകയോ താൽക്കാലികമായി നിർത്തിവെക്കുകയോ ചെയ്തതിനാൽ ശേഷിക്കുന്ന 9 തുറമുഖ പദ്ധതികൾ പ്രവർത്തനരഹിതമായി തുടരുന്നു. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, രാഷ്ട്രീയ ബന്ധങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, ആഭ്യന്തരമായും അന്തർദേശീയവുമായും ഉന്നയിക്കപ്പെടുന്ന സുരക്ഷാ പ്രശ്നങ്ങൾ എന്നിവ കാരണം ചൈനയുടെ പല തുറമുഖ പദ്ധതികളും നിലവിൽ റദ്ദാക്കുകയോ താൽക്കാലികമായി നിർത്തിവെക്കുകയോ ചെയ്തു പോരുന്നു. ദക്ഷിണേഷ്യയിൽ ശ്രീലങ്കയിലെ ഹമ്പൻതോട്ടയ്ക്കും പാകിസ്ഥാനിലെ ഗ്വാദർ തുറമുഖത്തിനും പിന്നാലെ ബംഗ്ലാദേശിൽ ഒരു അന്തർവാഹിനി താവളവും മ്യാൻമാറിൽ മറ്റൊരു തുറമുഖവും ചൈന നിലവിൽ നിർമ്മിക്കുന്നു. ദക്ഷിണേഷ്യയിൽ ചൈന നടത്തുന്ന 3 തുറമുഖങ്ങളായ ബംഗ്ലാദേശിലെ ചിറ്റഗോങ്, ശ്രീലങ്കയിലെ ഹമ്പന്തോട്ട, പാകിസ്ഥാനിലെ ഗ്വാദർ എന്നിവയെ ഇന്ത്യയെ വലയം ചെയ്യുന്ന ട്രയാങ്കിൾ ഓഫ് ഡെത്ത് എന്ന് വിളിക്കുന്നു. അതിനാൽ ഈ തന്ത്രം വഴി ചൈനയുടെ അന്തർവാഹിനികളും യുദ്ധക്കപ്പലുകളും ഉടൻ തന്നെ ഇന്ത്യയുടെ മൂക്കിൻ താഴെയെത്തും. ബംഗ്ലാദേശ് നാവികസേനയ്ക്ക് അന്തർവാഹിനികൾ വിതരണം ചെയ്യുന്നതിന് പുറമെ ചൈന കോക്സ് ബസാറിൽ ഒരു തുറമുഖം നിർമ്മിക്കുകയും ചെയ്യുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ തങ്ങളുടെ ശ്രമങ്ങളെ ചൈന വിശേഷിപ്പിച്ചത് ഇന്ത്യ അംഗീകരിച്ചിട്ടില്ല എങ്കിലും ഈ മേഖലയിൽ ചൈനീസ് നാവികസേന പിന്തുടരുന്ന കഴിവുകൾ മേഖലയിൽ സൈനിക ദൗത്യം ഏറ്റെടുക്കാൻ ചൈനയെ സഹായിക്കുമെന്ന് ചൈന വിശ്വസിക്കുന്നു. 2008 തുടക്കത്തിൽ ഏദൻ ഉൾക്കടലിൽ കടൽ കൊള്ളയ്ക്കെതിരെ പോരാടുക എന്ന വ്യാജേന ചൈനീസ് നാവികസേന ഈ മേഖലയിൽ പ്രവേശിച്ചു. കപ്പൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ചൈന സാവധാനത്തിൽ നാവിക കഴിവും ശേഷിയും നേടി. ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ പടിഞ്ഞാറൻ പസഫിക്കിൽ നിന്നും ഹോൺ ഓഫ് ആഫ്രിക്കയിലേക്ക് നാവിക കപ്പലുകൾ സഞ്ചരിക്കാൻ തുടങ്ങിയതോടെ PLA നാവികസേനയുടെ സാന്നിധ്യം ഈ മേഖലയിൽ സ്ഥിരമായി മാറി. ഇതിനെ തുടർന്നാണ് ചൈന തങ്ങളുടെ അന്തർവാഹിനികളെയും ഈ മേഖലയിൽ വിന്യസിച്ചത്. എന്നാൽ നിലവിൽ ചൈനീസ് കപ്പലുകൾക്ക് ശ്രീലങ്ക പോലെയുള്ള രാജ്യങ്ങളിൽ പോർട്ട് കോളുകൾ ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ ചൈനയുടെ ട്രയാങ്കിൾ ഓഫ് ഡെത്ത് തന്ത്രത്തെ ചൈനയുടെ അതേ നീക്കം തന്നെ നടത്തി ഇന്ത്യ ഇല്ലാതാക്കുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചൈനയുടെ അധിനിവേശം ഇല്ലാതാക്കാൻ ചൈനയ്ക്ക് ചുറ്റും സൈനിക താവളങ്ങളും നാവിക കേന്ദ്രങ്ങളും ഒരുക്കി മറുപടി നൽകുകയാണ് ഇന്ത്യ നിലവിൽ.